എല്ലാവർക്കും ശ്രേയാസ്വിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം എന്തായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ വിഷയം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വീട് വേണം. വീടാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ വീട് ഒരു ചിലവ് കുറഞ്ഞ വീടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം. എന്നെപ്പോലുള്ള വീടാണോ, നിങ്ങൾ ലാഭം കുറയുന്ന ചെയ്യുന്ന വീടാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ പറയണം. അപ്പോൾ ഞാൻ പറയാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട് തന്നെ ഒരു കുറേ സെന്റ് വേണമല്ലോ. സെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന കാടുണ്ടല്ലോ, ഇതൊക്കെ ഒരു 5-3 സെന്റൊക്കെ കാണും. അപ്പോൾ 5 ഭയങ്കര ചിലവാണ്. 5 രൂപ 50,000 ഒക്കെ കാണും. അപ്പം നമുക്ക് അത് വേണ്ട. ഒരു സെന്റൊക്കെ പിന്നെയും കൂടും. അപ്പം അതുകൊണ്ട് 5 തന്നെ മതി. ഇവിടെ തന്നെ ഇരിക്കണം, 5 അപ്പോൾ അതിൻ്റെ കുറേ ഉള്ള കാര്യങ്ങൾ, നമ്മൾ മുറിയൊക്കെ ഇല്ലേ, അവിടെയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുറിയിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ടോയ്ലറ്റ്. വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂം വേണോ? വേണ്ടല്ലേ? ആവശ്യമില്ല, കുറവില്ല, അത് വേണ്ട. അത് കളഞ്ഞേക്ക്, നിങ്ങളത് കളഞ്ഞേക്ക്, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാന് വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ആവശ്യമുള്ള ഫാനൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും വിഷുവാളം കൊണ്ട് വീശിക്കൊണ്ടിരുന്നു, നമുക്ക് അങ്ങനെ വീശി എക്സ്പീരിയൻസ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണ്ട. പിന്നെ കുറേ വേറൊരു സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ സെൻ്റല്ല, വേറെ കാര്യം, നമ്മൾ അകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു റൂമിൽ കാണുന്ന ലിവിങ് റൂം അല്ലേ. ചില്ലായിരിക്കുമ്പോൾ നമ്മൾ TV കാണും, അത് കാണും, മറ്റേത് കാണും. TV വേണോ? TV ഒന്നും വേണ്ട. ഭയങ്കര കറണ്ട് ചാർജൊക്കെ ആവും. നമുക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും മൊബൈലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് സോഫ വേണ്ട. പായം വിരിച്ചങ്ങ് ഇരുന്നാൽ മതി. സോഫയൊക്കെ അടിച്ച് ചിലവാകും. പിന്നെ അതിനൊക്കെ ബില്ല് കൂട്ടേണ്ട വരും. നമുക്ക് അതൊന്നും വേണ്ട. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാത്റൂമിൽ ഓക്കെ, അത് കുഴപ്പമില്ല, സെറ്റാ. പിന്നെയാണുള്ളത് നമുക്ക് കിച്ചൺ പ്രശ്നമില്ല, കിച്ചൺ വേണം. പിന്നെ അതിൻ്റെ കൂടെ ഗ്യാസൊന്നും വേണ്ട. നമുക്ക് അതൊന്നും വേണ്ട. വെച്ച് കഴിഞ്ഞാൽ പിന്നെ കടന്നു ചാരാവും, മറ്റേതാ മറിച്ചാൽ അതൊന്നും വേണ്ട. നമുക്ക് അതൊന്നും വേണ്ട, അത് വേണ്ട. പിന്നെ കുക്കർ വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ മിക്സിയും വേണ്ട കേട്ടോ. നമുക്ക് അതൊക്കെ പിന്നെ നമുക്ക് അരക്കല്ല് വല്ലതും ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ കലണ്ടറൊന്നും വേണ്ട. നമുക്ക് മൊബൈൽ ഡേറ്റ് ഒക്കെ നോക്കി വെച്ചാൽ പിന്നെ അതും ഇതൊക്കെ. പിന്നെ ബെഡ്റൂമിലുള്ള അത് വേണോ? അതൊന്നും വേണ്ട. അതൊക്കെ ഭയങ്കര ഇരട്ടിട്ട്, അതൊന്നും വേണ്ട. നമുക്ക് അതും വേണ്ട. പാങ്ങ് വിരിച്ച് ഞങ്ങൾ കിടന്നാൽ മതി, അതൊന്നും വേണ്ട. പിന്നെ സോഫയാണ് ഞാൻ പറഞ്ഞത്. സോഫയിൽ നിന്ന് പാങ്ങ് വിരിച്ചാൽ മതി, അവിടെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി, അങ്ങനെയൊക്കെ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ സാധനങ്ങളില്ലേ, നമുക്ക് ഇതേപോലെയൊക്കെ വരുമ്പോൾ ചായയും കോഫിയൊക്കെ കപ്പൊക്കെ ഇല്ലേ, അത് കപ്പ് ഒരു ഭയങ്കര ഇതൊക്കെ പാസ് ചെയ്യാം. അതൊന്നും വേണ്ട. നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് ഗ്ലാസ് മതി. ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മളെപ്പോഴും ഭയങ്കര ഇതൊന്നും വേണ്ട. പിന്നെ ചോറിന് നമുക്കൊരു ഇതൊക്കെ ഇല്ലേ, അതൊന്നും വേണ്ട. നമുക്ക് വാഴയില വെട്ടി അങ്ങ് ചോറുണ്ടാൽ മതി, അതൊന്നും വേണ്ട. പിന്നെ കപ്പ് എങ്ങനെയെങ്കിലും ഒരു വാഴയിലയും കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അത് വെച്ചിട്ട് ചായ കുടിച്ചാൽ മതി, അതൊന്നും വേണ്ട, അത് തന്നെ മതി. പിന്നെ ചോറ് നിങ്ങൾ പാത്രമൊന്നും വേണ്ട. നമുക്ക് ഒരു വരയിൽ വിരിച്ച് സദ്യ ഉണ്ട്, അങ്ങനെ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുറകിലുള്ള പിന്നെ കുളമൊന്നും വേണ്ട, അതും ഇരട്ടി ചിലവാകും. പിന്നെ കറണ്ട് ചാർജ് അതും വേണ്ട. പിന്നെ ലൈറ്റ് ഒട്ടും വേണ്ട, അതൊക്കെ ഭയങ്കര ചിലവാണ്. പിന്നെ ഫാന് വേണ്ട, ലൈറ്റ് വേണ്ട, ഫാന് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മോട്ടർ ഒട്ടും അടിക്കണ്ട, കിണറും വേണ്ട. പിന്നെ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും വേണ്ട. സാധനമൊക്കെ ഭയങ്കര ചിലവാണ്. നമ്മൾ വെള്ളം കുടിക്കണം, അത് കൊടുക്കണം, നമുക്ക് വയ്യ. പിന്നെ ഡോഗിനെ വേണ്ട. ഡോഗ് പിന്നെ കുളിപ്പിക്കുക, നമ്മളെ കുളിക്കാൻ തന്നെ നമുക്ക് വയ്യ, പിന്നെ ഡോഗിനെ കൂടെ കുളിപ്പിക്കുക, അതൊക്കെ ടൈം ചിലവാകും. പിന്നെ അതും വേണ്ട. പിന്നെ ഉള്ളത് എന്താ, നമുക്ക് മോട്ടർ അടിച്ച് കേട്ടില്ല, അതൊന്നും വേണ്ട. പിന്നെ ചൂലും വാങ്ങണ്ട. ചൂല് ഭയങ്കര കുറേ ചിലവുണ്ട്, അതും വേണ്ട. പിന്നെ വീട്ടിലെ കിച്ചൺ സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ, അരി പാത്രം, അതൊന്നും ഒട്ടും വേണ്ട, അത് ഭയങ്കര പൈസ ചിലവാണ്, അതൊന്നും വേണ്ട. പിന്നെ ഉള്ളത് എന്താ, നമ്മള് പൈപ്പ് കയറ്റിയല്ലേ വെക്കുന്നത്, അത് ഒട്ടും വേണ്ട. അതൊക്കെ വെച്ച് പിന്നെ കറണ്ട് ചിലവായി ഇത്രയും വരെ ഉണ്ടായിരിക്കും പേപ്പറൊക്കെ, അതൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഇത് തുണി അലക്കുന്ന ഒരു സാധനമില്ലേ, അത് തുണിയൊന്നും വേണ്ട. നമുക്ക് തുണിയൊന്നും വെക്കണ്ട, ഏതെങ്കിലും ഒരു പാവല വെച്ചിങ്ങനെ ഒന്ന് വെച്ചാൽ മതി, അതൊക്കെ തന്നെ ധാരാളം, അതൊന്നും വേണ്ട. പിന്നെ ഉള്ളത് എന്താ, നമ്മൾ ഇതില്ലേ, നമുക്ക് കളിക്കാനുള്ള സാധനങ്ങൾ കിച്ചൺ സെറ്റ് നമുക്ക് ഒട്ടും വേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു അരിപ്പാത്രത്തിൽ കപ്പ് വീട്ടിൽ തന്നെ കിച്ചൺ സെറ്റ് ഉണ്ടല്ലോ, കിച്ചണിൽ പോയിട്ട് ആദ്യം ഒരു അരി വെച്ചിട്ട് നമുക്ക് തിന്നാനായിട്ട് തോന്നില്ല, ആദ്യമേ തന്നെ കുറച്ച് മണ്ണ് എടുക്കുക.
എന്നിട്ട് നമ്മൾ അതിനെ ഒരു വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ഒറ്റ തിന്നാണെങ്കിൽ അത്രേ ഉള്ളൂ. എൻ്റെ കളി അതാണ്, അത്ര മതി. വലിയ പിന്നെ അതും ഇതാ അതിൻ്റെ പൊന്നെ അതൊന്നും വേണ്ട. നമുക്ക് ആകെ കൂടെ വാങ്ങേണ്ടത് ചൂര് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ചോറായി അത് നമ്മൾ അത്രേ ഉള്ളൂ. എൻ്റെ കളി അത്രേ ഉള്ളൂ. നമുക്ക് കറിയൊന്നും വേണ്ട. കറി ചോറൊക്കെ വാങ്ങണം, പിന്നെ അതിനും ചിലവാ, കൂട്ടി ചിലവാ. എനിക്ക് അതൊന്നും വേണ്ട. പിന്നെ ഇലയൊക്കെ പറിച്ചാൽ പിന്നെ അതും ചിലവാ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും വേണ്ട, നമുക്ക് അതൊന്നും വേണ്ട. അതൊക്കെ നശിച്ചേ. പിന്നെ എന്താ നമ്മൾ ഇരിക്കുമ്പോൾ അരക്കുകല്ലില്ലേ, അരക്കല്ലും കൊണ്ട് പിന്നെന്താ വേണ്ടത്? പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലണ്ടറില്ലേ, കലണ്ടറൊട്ടും വേണ്ട. ആ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ലായൂല്ല. എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. പിന്നെ പാത്രം ഞാൻ പറഞ്ഞേ. പിന്നെന്തോ കുളിക്കുമ്പോൾ നമുക്ക് കപ്പില്ലേ, അതും ഞാൻ എന്തെങ്കിലും വിഷവാള വെച്ചുകൊണ്ടായിരിക്കും, അത് തന്നെ മതി. അത് നമ്മൾ കുളിക്കൊന്നും വേണ്ട, നമ്മൾ കൈകൊണ്ട് ഇതൊക്കെ തന്നെ മതി. ഇതൊക്കെ നമ്മുടെ കൈയാണ് ഇതിൻ്റെ ഒരു വിഷയം. പിന്നെ ഉള്ളത് നമ്മൾ ജോലി വേണ്ട. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പാത്രമൊക്കെ കഴുകി അങ്ങ് പോയാൽ മതി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് എന്താ ജനലൊട്ടും വേണ്ട, അതിനകത്ത് കൂടെ ഒക്കെ വേണ്ട. പിന്നെ വാതിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വെക്കുന്നു. നഹീഷേ, ഞാൻ അന്ന് വെക്കത്തിൽ പാള വെച്ചിട്ട് വല്ല അങ്ങനെയുള്ള കുഞ്ഞൊരു വാതിൽ മതി. നമുക്ക് തുടങ്ങി അത് ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. അതൊക്കെ ഒരു വാതിൽ മതി. വാതിലൊക്കെ ഭയങ്കര ചിലവാണ്, അതും വേണ്ട. പിന്നെ ഉള്ളത് എന്തുവാ വിചാരിക്കും. അടുത്തത് നമുക്ക് ചെരുപ്പില്ലേ, ചെരുപ്പ് ഒട്ടും വേണ്ട. നമ്മൾ ഏതെങ്കിലും പാല് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി, അത്ര ഉള്ള ചെരുപ്പൊക്കെ മതി. ഇതേപോലൊക്കെ ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ എത്രയാ ചെലവെന്ന് ഓർത്തിട്ടാ എൻ്റെ പൊന്നോ വയ്യ. അതും വേണ്ട. പിന്നെ എന്തുവാ കുറെ ചെലവ്. പിന്നെന്താ വീഡിയോ എടുക്കുന്നത്, വീഡിയോ ഒന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ സാധനം എൻ്റെ പൊന്നോ എത്ര ചെലവെന്ന് ഓർത്തിട്ടാ. പിന്നെ സ്കൂളിൽ പോകണമെന്ന് വെച്ചാൽ അത് ബാഗ് ബുക്ക് സാധനം അതൊന്നും വേണ്ട. നമ്മൾ വെറുതെ അങ്ങ് കൈ മിഷി അങ്ങ് പോയാൽ മതി. അതൊക്കെ ഭയങ്കര കയറ്റി ചെലവാ. പിന്നെ ബുക്ക് മാത്രം വാങ്ങിയാൽ അത് വലിയ ചിലവൊന്നുമില്ല. നമ്മൾ പൈസ ഒന്നും കൊടുക്കണം, അവർ നിങ്ങളുടെ തന്നെ തട്ടിത്തരും, അത് ലാഭം. അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ വീട്ടിൽ ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ വീട് തന്നെ വെക്കാണ്ടിരുന്നാ പോലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതാണ് അത് നിങ്ങൾ പറഞ്ഞ പോയിന്റ്. മിടുക്കന്മാർ. അപ്പൊ നിങ്ങളിപ്പോ ഇതേപോലൊക്കെ വീഡിയോ വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ചിലവാകുന്നു. ഞാൻ പറഞ്ഞ പോലൊക്കെ വീഡിയോ വെക്കാണെങ്കിൽ പിന്നെ ചിലവൊന്നും ഇല്ല, നമുക്ക് വെറുതെ അങ്ങ് ഹാപ്പി ആയിട്ട് നടക്കാമല്ലോ. അപ്പൊ ഇത് ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഉമ്മ.